മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. യേശു ആദ്യമായി ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. യേശു തങ്ങളോട് പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടാണോ അവർ യേശുവിൻ്റെ പിന്നാലെ പുറപ്പെട്ടത് എന്നറിയില്ല. യേശുവിനെ അവർ പൂർണ്ണമായും വിശ്വസിച്ചതാണ് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവരെ ധൈര്യപ്പെടുത്തിയത്. ക്രിസ്തുവിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ നമുക്കൊരു നാളും കഴിയുകയില്ല, എന്നാൽ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയും. നമ്മോട് ആവശ്യപ്പെടുന്നതെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുകയില്ല, എന്നാൽ പൂർണ്ണമായും അനുസരിക്കുവാൻ കഴിയും. തന്നെ വിശ്വസിക്കുന്നവരെയും അനുസരിക്കുന്നവരെയും കർത്താവ് നാളെ ഏതു നിലയിൽ ഉപയോഗിക്കുമെന്നോ അനുഗ്രഹിക്കുമെന്നോ ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, തൻ്റെ പിന്നാലെ വരുന്നവരെ അവരുടെ കഴിവുകളെക്കാളും അറിവിനേക്കാളും എല്ലാം എത്രയോ അപ്പുറത്തെത്തിക്കുവാൻ യേശുവിന് കഴിയും. ഓരോ നാളും യേശുവിൻ്റെ പിന്നാലെ നടക്കാം. യേശുവിന് ചെല്ലാൻ കഴിയാത്തിടത്തേക്ക് അവിടുന്ന് നമ്മെ കൊണ്ടുപോകുകയില്ല. കർത്താവിന് ചെല്ലാൻ കഴിയാത്ത ഇടവും ഇല്ല. എവിടെയാണോ യേശു പോകുന്നത്, തൻ്റെ ശബ്ദം കേട്ട് നമുക്ക് തൻ്റെ പിന്നാലെ ചെല്ലാം. നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി സമർപ്പിക്കാം. ദൈവഹിതം നമ്മിൽ തികച്ചെടുക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമ്മുടെ ദൃഷ്ടിയിൽ വലുതെന്ന് തോന്നുന്നതിനല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് നിറവേറ്റാം. തൻ്റെ പിന്നാലെ ചെല്ലാനുള്ള യേശുവിൻ്റെ സ്വരം നമ്മുടെ കാതുകളിൽ കേൾക്കുന്നില്ലേ? തന്നെ അനുഗമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.